ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായമായ സൂറ അൽ അൻആമിന്റെ സമാപന സൂക്തങ്ങളിലാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അൻആമിലെ 161 ആയത്തുകളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒടുവിലായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സൂക്തങ്ങളാണ് ഇനിയുള്ളത്. കഴിഞ്ഞ സൂക്തത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ അല്ലാഹു തആല നിർദ്ദേശിച്ചിരുന്നു. എന്താണ്? ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. എൻ്റെ നാഥൻ എന്നെ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തിയിരിക്കുന്നു. ദീനം ഖിയമൻ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. അത് ചൊവ്വായ നേരായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്താണ്, ചര്യയാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ബഹുദൈവവാദിയായിരുന്നില്ല. ഇതായിരുന്നു കഴിഞ്ഞ സൂക്തത്തിലെ പ്രഖ്യാപനം. അത് വളരെ മഹത്തരമായ ഗൗരവതരമായൊരു പ്രഖ്യാപനമാണ്. നമ്മൾ ഇന്ന് ഖുർആൻ ഓതുമ്പോൾ അത് ഖുർആനിലെ ഒരു ആയത്തായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അത് മഹത്തായ ഒരു പ്രഖ്യാപനമാണ്, അല്ലേ? കാരണം ബഹുദൈവത്വവും അങ്ങനെയുള്ള പലതരത്തിലുള്ള തെറ്റായ വിശ്വാസ സങ്കല്പങ്ങളും കൊടികുത്തി വാഴുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തില് ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രഖ്യാപിക്കുന്നത്. എൻ്റെ നാഥൻ എന്നെ ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തിയിരിക്കുന്നു. അത് ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ചര്യയാണ്. അതെന്തിനാ പറഞ്ഞത്? മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ ആദർശ പിതാവായിട്ട്, അവരുടെ കുലപതിയായിട്ട് അവർ കാണുന്നുണ്ട്. എങ്കില് ആ മാർഗം യഥാർത്ഥത്തിൽ പിന്തുടരുന്നത് ഞാനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബോധ്യപ്പെടുത്തിയതാണ്. ഇനി 162-ാമത്തെ ആയത്തില് നമ്മൾ സാധാരണ വജ്ഹത്തുവിൽ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. 162, 163 ആയത്തുകൾ. ഖുൽ, പ്രവാചക പറയൂ, ഇന്ന, നിശ്ചയം, സ്വലാത്തി, എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ ബലികർമ്മവും. സാധാരണ അർത്ഥം പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയാറുള്ളത്. അതല്ലെങ്കിൽ എല്ലാ അനുഷ്ഠാനങ്ങളും എല്ലാ നന്മകളും എന്ന അർത്ഥത്തിൽ പറയാം. വ മഹയായ, എൻ്റെ ജീവിതവും, വ മമാത്തി, എൻ്റെ മരണവും, ലില്ലാഹ്, അല്ലാഹുവിനാണ്, റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു. അഥവാ അല്ലാഹുവിനാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. അടുത്ത ആയത്ത് ലാ ശരീക ലഹു, അതിന്റെ തന്നെ മറുവശം പറയാൻ. ലാ ശരീക്, പങ്കുകാരില്ല, ലഹു, അവന്. വബിദാലിക ഉമിർത്തു, വബിദാലിക, ഇതുകൊണ്ടത്രേ, ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, വ അന, ഞാൻ തന്നെയാകുന്നു, അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ ഈ കൽപ്പന അനുസരിച്ചവരില് ഒന്നാമൻ ഞാനാകുന്നു എന്നാണ് തുടർന്ന് പറയുന്നത്. ഇത്
മഹത്തരമായ ഒരു പ്രഖ്യാപനമാണ്, പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് എന്ന് മനസ്സിലാക്കുക. വജ്ജഹത്തു ഉണ്ടല്ലോ, നമ്മൾ നമസ്കാരത്തില് ആദ്യത്തിൽ ചൊല്ലാറുള്ള ദുആഉൽ ഇഫ്തിതാഹ്, നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥന അല്ലെ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷം നമ്മൾ വജ്ജഹത്ത് ഓതും. ആ വജ്ജഹത്തുവിലെ ആദ്യ വാചകം നമ്മൾ ഇവിടെ പഠിച്ചത് ഇതേ സൂറയിൽ തന്നെയാണ്. സൂറത്തുൽ അൻആം 79 ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഓർക്കുന്നില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം നക്ഷത്രങ്ങളെ കണ്ടു, ചന്ദ്രനെ കണ്ടു, സൂര്യനെ കണ്ടു, ഇവയാണ് എൻ്റെ ദൈവം എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞു. അതെല്ലാം മാഞ്ഞു പോയപ്പോ ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രഖ്യാപിച്ചു. അതേ വാചകമാണ് നമ്മളിപ്പോഴും വജ്ജഹ്തു ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ 79-ാമത്തെ വചനവും പിന്നെ 162, 163 വചനങ്ങളുമാണ് വജ്ജഹത്തുവിലുള്ളത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം അന്ന് പ്രഖ്യാപിച്ച അതേ വാചകങ്ങളാണ് നമസ്കാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതേപോലെ നമസ്കാരത്തില് അത്തഹിയാത്തുവില് ഇബ്രാഹിമി സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. ഇങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആ ആദർശവും ചര്യയും തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്താൻ അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഇത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകളാണ്, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവയാണ്. അപ്പൊ ഇതിന്റെ ആശയം ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. ഒന്നാമത് പറയുന്നത് എൻ്റെ നമസ്കാരം, ഇന്ന സ്വലാത്തി. രണ്ടാമത്തേത് വനുസുക്കി, എൻ്റെ ബലികർമ്മം. 3 വ മഹയായ, എൻ്റെ ജീവിതം. 4 വ മമാത്തി, എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ തമ്പുരാന് ആകുന്നു എന്നാണ്. നമസ്കാരം കുഴപ്പമില്ല, നമ്മളൊക്കെ ഇപ്പൊ സുബഹി നിസ്കരിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ പ്രവേശിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ നമസ്കാരം അള്ളാഹുവിനുള്ളതാണ്, അതിലൊരു കുഴപ്പമില്ല. അള്ളാഹു അക്ബർ ചൊല്ലിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം വീട്ടാൻ, അതിനിടയില് അള്ളാഹുവെ കുറിച്ചുള്ള ദിക്റുകളും ഓർമ്മകളും ഖുർആൻ പാരായണവും തന്നെയാണ് നമസ്കാരത്തിൽ വരുന്നത്. ആ നമസ്കാരം അള്ളാഹുവിനാണ്. അതെത്ര സമയമുണ്ട്? അത് പരമാവധി ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ട് 5 വഖത്ത് നിസ്കരിച്ചൂടെ? അല്ലെങ്കിൽ 2 മണിക്കൂർ ആയിക്കോട്ടെ, അത്രയും ആകാം. പക്ഷെ അടുത്ത ചോദ്യം, എങ്കിൽ ബാക്കിയുള്ള 22 മണിക്കൂർ ആരുടെ കൽപ്പന അനുസരിച്ച് ജീവിക്കേണ്ടത്? അപ്പോഴാണ് വനുസുക്കി, എൻ്റെ എല്ലാ ആരാധനകളും ബലികർമ്മവും സമർപ്പണ മാർഗത്തിലെ എല്ലാ പരിശ്രമങ്ങളും എന്നാണ് അർത്ഥം. നുസുക്കിന് സാധാരണ ബലി എന്നുള്ള അർത്ഥമാണ് പറയപ്പെടുന്നത് അല്ലെ. വ അരിന മനാസിക്കന, ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും നടത്തുന്ന പ്രാർത്ഥനയില് സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ അരിന മനാസിക്കന, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൻസക് എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെയാണോ സമർപ്പിക്കേണ്ടത് അതിന്റെ വഴികൾ ഞങ്ങൾക്ക് കാട്ടിത്തരൂ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതിനുദ്ദേശിക്കുന്ന എന്താണ്? നമസ്കാരം മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മവും. ഇപ്പൊ നമ്മൾ ഖുർആൻ കേൾക്കുമ്പോൾ ഇതൊരു നുസുക്കാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അതൊരു നുസുക്കാണ്. കുടുംബത്തെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും ഒരു നുസുക്കാണ്. ബന്ധങ്ങൾ ചേർക്കുന്നത് ഒരു നുസുക്കാണ്. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ മറ്റുള്ളവരെ സേവിക്കുന്നത്, സേവനങ്ങൾ അർപ്പിക്കുന്നത് ഒരു നുസുക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിലെല്ലാം നുസുക്കാണ്. നന്മ ഉദ്ദേശിച്ചുള്ള പരിശ്രമങ്ങൾ, വ്യക്തിപരം, കുടുംബപരം, സാമ്പത്തികം, സാമൂഹികം, രാഷ്ട്രീയം, ഭരണപരം, ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ ചെയ്യുന്നത് നുസുക്കാണ്. പക്ഷെ എങ്ങനെയാണ് അത് നുസുക്കാവുക? അതിൽ അള്ളാഹുവിന്റെ പ്രീതി നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് അല്ലെ. അതാണ് അവസാനം പറയുന്നത് ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നുണ്ട്. ഇന്ന് പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം
എന്തൊക്കെയോ ഭൗതികമായിട്ട് സ്വയം നേടിയെടുക്കാൻ, അഴിമതി നടത്താനൊക്കെയുള്ള അവസരമായിട്ട് കരുതിയാണെങ്കിൽ അത് നുസ്കാകുമോ? ഒരിക്കലും ഇല്ല, അത് നാശമാണ്. അതേ സമയത്ത് ഒരാൾ നന്മ ഉദ്ദേശിച്ചാണ് പരിശ്രമിക്കുന്നതെങ്കിൽ അത് നുസുക്കാകും. അതാണ് വനുസുഖി. അപ്പോ രണ്ട് ജീവിതമില്ല, നമുക്ക് ഒന്നേ ഉള്ളൂ എന്നാണ്. മഹയായ, എൻ്റെ ജീവിതവും, മമാത്തി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് പറയുന്നത്. എൻ്റെ ജീവിതവും എൻ്റെ മരണവും അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടേതായിട്ട് മാറ്റിവെക്കാൻ വല്ലതുണ്ടോ? എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ വീക്ഷണത്തിൽ, എൻ്റെ നിലപാട് ഇതാണ്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ, ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കും? ഒരിക്കലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ 4 വാചകങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം കിട്ടും. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എത്ര ശതമാനമാണ് അള്ളാഹുവിന് നൽകേണ്ടത്? അതൊരു ചോദ്യമാണ്. എത്ര ശതമാനം കൊടുക്കണം? അത് മുഴുവനായും കൊടുക്കണം. നമസ്കാരം മാത്രമല്ല, സക്കാത്തിന്റെ 2.5%, നോമ്പിന്റെ 30 പകലുകളിലെ വ്രതാനുഷ്ഠാനമല്ല, ഹജ്ജ് നിർവഹിക്കുന്ന 6 രാപ്പകലുകളല്ല, മറിച്ച് ജീവിതം മുഴുവനുമാണ് അള്ളാഹുവിന് കൊടുക്കേണ്ടത് എന്ന വലിയൊരു ആശയമുണ്ട്. നമ്മുടെ സമുദായത്തിനകത്ത് തന്നെ ഇപ്പോഴും ചർച്ചകളാണ് ദീനും ദുനിയാവും. ദീൻ എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനപരം മാത്രമാണ്. നീ എന്താണ് ആ പാർട്ടിയുടെ ആളുകളുടെ കൂടെ കൂടിയിട്ട് തെരുവില് എന്തൊക്കെയോ അനാവശ്യങ്ങൾ, തോന്നിവാസങ്ങൾ മുദ്രാവാക്യങ്ങളായി വിളിക്കുന്നത്? അത് രാഷ്ട്രീയമല്ലേ? ഇങ്ങനെ ആൾക്കാർ പറയും. അത് രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയത്തിൽ എന്തോ ആകാം. മറ്റത് ദീനിൽ നമസ്കാരം, ഉളവെടുക്കലും നമസ്കരിക്കലും അതിലെ കൈ അനക്കവും അനക്കാതിരിക്കലും ഇതിനൊക്കെ എല്ലാം വളരെ ജാഗ്രതയിലാണ്. പക്ഷെ ഇതേ ആള് നമസ്കാരത്തില് അള്ളാഹു നിർദ്ദേശിക്കാത്ത ഒരു വാക്ക് ഉച്ചരിക്കാത്ത ആള് തെരുവിലെത്തുമ്പോൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ എന്തൊക്കെയോ വിളിക്കാണ്, ആരൊക്കെയോ ചീത്ത വിളിക്കുന്നു അല്ലേ? അങ്ങനെ സംഭവിക്കാവോ? പാടില്ല. കച്ചവടത്തില് ഒരാൾ എന്തുകൊണ്ട് ജാഗ്രത കാണിക്കുന്നില്ല? എന്താണ് പലിശ ഇടപാടൊക്കെ നടത്തുന്നത്, കൊള്ള ലാഭം എടുക്കുന്നത്, വഞ്ചന നടത്തുന്നത്, മായം ചേർക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഇതേ നടക്കുള്ളൂ എന്നയാൾ പറയും. ഒരുപക്ഷെ അയാൾ കൃത്യമായിട്ട് 2.5% സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും. അത് അനുഷ്ഠാനമാണ്, അതുകൊണ്ടെല്ലാം പരിഹാരമാകുന്ന അയാൾ കരുതാണ്. പക്ഷെ മറുവശത്ത് അയാൾ സാമ്പത്തിക രംഗത്തെ എല്ലാ അഴിമതിയും കൊള്ളരുതായ്മയും കാണിക്കുകയാണ്. അപ്പൊ അത് നുസുക്കാകുമോ? അതിനാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ദീന് വേറെ ദുനിയാവ് വേറെ എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അത് അല്ലാഹു തആല ഇവിടെ പൊളിച്ചു കളയാണ്. എന്താണ്? നമസ്കാരം, മറ്റെല്ലാ ത്യാഗ പരിശ്രമങ്ങളും, ജീവിതവും മരണവും അള്ളാഹുവിനാണ്. ജീവിതവും മരണവും, ഞാൻ ജനിക്കുന്നത് അള്ളാഹു നിശ്ചയിച്ചിട്ടാണ്, ഞാൻ മരിക്കുന്നത് അള്ളാഹു നിശ്ചയിച്ചിട്ടാണ്. അതിലെനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്? അല്ല. ജീവിതത്തിനും മരണത്തിനും, ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള സുദീർഘമായ ഒരു കാലമുണ്ടല്ലോ, നമ്മുടെ ആയുസ്. ആ ആയുസ്സും അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചാണ് ഞാൻ വിനിയോഗിക്കുക എന്നല്ലേ അതിന്റെ ഉദ്ദേശം? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വലിയൊരു ആശയമാണ് ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. ഇതില് സ്വലാത്തിനെ പണ്ഡിതന്മാർ ബന്ധിപ്പിക്കുന്നത് മഹ്യായ, ജീവിതവുമായിട്ടാണ്. സ്വലാത്ത്, നമസ്കാരവും ജീവിതവും. നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ്, ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് നിസ്കാരത്തിലേക്ക് ഓടി വരികയാണ് അല്ലെ? അതിനാൽ സ്വലാത്തും ജീവിതവും പരസ്പര ബന്ധമുള്ളതാണ്. അതേപോലെ നുസുക്കും മമാത്തും, ബലിയും മരണവും എന്താണ്? മരണവുമായിട്ട് വേറെ ഗ്രൂപ്പായിട്ടാണ് പറയുന്നത്. കാരണം ബലികർമ്മം സമർപ്പണമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ എൻ്റെ ജീവനും ജീവിതവും എല്ലാം ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു, ഞാൻ അവന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷ്യം ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോ അത് മരണത്തോടുകൂടി പൂർണ്ണമാകുന്ന മറ്റൊരു സമർപ്പണമായിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കാം. ഈ അടിസ്ഥാനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ വഴി തെറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഇത് ആലോചിച്ചാൽ മതി. എൻ്റെ കല്യാണം എങ്ങനെയാവണം,
അല്ലെങ്കിൽ മക്കളുടെ കല്യാണം ഇങ്ങനെ ആവണം. അപ്പോ എൻ്റെ ജീവിതവും മരണവും അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ കല്യാണം നടത്തുന്ന എൻ്റെ ഈ ദിവസവും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും ഒക്കെ അള്ളാഹു തൃപ്തിപ്പെട്ട പോലെ മാത്രം. എല്ലാത്തിനും ഉത്തരം കൃത്യമായിട്ട് നമുക്ക് കിട്ടും എന്നതാണ്. അപ്പൊ അതിനാൽ ആ ഒരു ബോധ്യം നമ്മുടെ അകത്ത് രൂപപ്പെട്ടു വരണം. എന്നിട്ട് അതോട് ചേർത്ത് 163 ആയത്തിൽ പറയാണ് ലാ ശരീക ലഹു. ഒരു സെക്കൻഡ്. ലാ ശരീക ലഹു. ലാ ഇല്ല, ശരീക്ക് പങ്കാളി, ലഹു അവന്. ലാ ശരീക ലഹു അവന് ഒരു പങ്കാളിയുമില്ല. അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒരു പങ്കാളിയില്ല. അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറൊരാളെ നമ്മൾ ആരാധിക്കുന്നില്ല. അള്ളാഹുവെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവനോട് സഹായം തേടുമ്പോൾ മറ്റൊരാളോട് നമ്മൾ സഹായം തേടുന്നില്ല, അവനോട് മാത്രമായിരിക്കും എന്നുള്ളതാണ്. ലാ ശരീക ലഹു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലും സംവിധാനത്തിലും വേറൊരു പങ്കാളിയില്ല. വബിദാലിക ഉമിർത്തു. ഇപ്രകാരം ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മൾ ഓരോരുത്തരും പറയാണ് വബിദാലിക ഉമിർത്തു, ഞാൻ ഇപ്രകാരം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതം പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ചു. അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിംകളിൽ ഒന്നാമനാകുന്നു. അന മിനൽ മുസ്ലിമീൻ എന്നാണ് സാധാരണ നമ്മൾ. അതിലൊന്നുകൂടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കടന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് അവ്വലുൽ മുസ്ലിമീൻ, അങ്ങനെ ചൊല്ലാം എന്നാണ്. ഞാൻ മുസ്ലിംകളിൽ അള്ളാഹുവിനെ സമർപ്പിച്ചവരിൽ ഒന്നാമനാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. ആദ്യത്തെ മുസ്ലിം ഞാനാണെന്നാണോ? അങ്ങനെയല്ലല്ലോ. ആദ്യ മുസ്ലിം ആദം അലൈഹി. എന്നാൽ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. അല്ലേ? അല്ലാതെ മറ്റുള്ളവരെ നോക്കിയിട്ട് അതിന്റെ വിഷയത്തിൽ നന്മയുടെ മാർഗത്തിൽ മറ്റുള്ളവരെ നോക്കിയല്ല, എനിക്ക് ബോധ്യപ്പെട്ടോ ഞാൻ ഒന്നാമനായിട്ട് രംഗത്തുണ്ടാകും എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. അങ്ങനെയല്ലേ? അസ്സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ എന്ന സൂറത്തുൽ വാഖിയയിലുണ്ട്. മുൻകടന്നവർ, നന്മയിൽ മുൻകടന്നവർ, അവരാണ് മുഖറബീങ്ങൾ, അള്ളാഹുവിന്റെ സാമീപ്യം നേടിയവർ. അബൂബക്കർ എന്ന പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതാണ്, അല്ലെ? നേരത്തെ അബ്ദുൽ കഅബ എന്നായിരുന്നു പേര്, കഅബയുടെ അടിമ. അബൂബക്കർ എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നവൻ, ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ മഹത്തായ സൗഭാഗ്യം അബൂബക്കറിലാണ് ലഭിച്ചത്. അന അവ്വലുൽ മുസ്ലിമീൻ. അപ്പൊ നന്മയിൽ ഈ ആദർശ മാർഗത്തിൽ ഒന്നാമനായിട്ട് ആദ്യമായിട്ട് രംഗത്ത് വരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതാണ് പിന്നെ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം. ഈ സൂറ സമാപിക്കുമ്പോൾ നമ്മൾ പരിപൂർണമായും അള്ളാഹുവിന് വഴിപ്പെടുക എന്നൊരു പ്രഖ്യാപനത്തിലെത്തണം. ഇനി നാടോടുമ്പോൾ നടുവെ ഓടുക
നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും എന്തു പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കാം എന്ന ഒരു അവസ്ഥ സംഭവിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്ന് വീണ്ടും ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് 164 ആയത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. ഖുൽ, പ്രവാചക ചോദിക്കും, അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ, ആ ചോദ്യാണ്, ആണോ, ഗൈർ അല്ലാത്ത, അഗൈറല്ലാഹ് അല്ലാഹു അല്ലാത്തതിനെയാണോ, അബ്ഗി ഞാൻ തേടേണ്ടത്, ബഗ യബ്ഗി, അബ്ഗി ഞാൻ തേടുന്നു, അബ്ഗി റബ്ബൻ ഞാൻ അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെ നാഥനായിട്ട് എൻ്റെ റബ്ബായിട്ട് തേടുകയോ, അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ അല്ലാഹു അല്ലാത്ത ഒന്നിനെ ഞാൻ എൻ്റെ റബ്ബായിട്ട് തേടുകയോ എന്നാണ്. ആരാണ് അല്ലാഹു? വഹുവ റബ്ബു കുല്ലി ഷൈ, അവൻ സകലതിൻ്റെയും റബ്ബാണ്. അങ്ങനെയുള്ള ഒരു റബ്ബ് ഉണ്ടായിരിക്കെ ഞാൻ മറ്റുള്ളവയെ അവന് പകരം തേടുകയോ? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് അല്ലെ. എൻ്റെ വീട്ടിൽ ഉമ്മ ഉള്ളപ്പോ ഞാൻ അയൽപക്കത്ത് പോയിട്ട് വേറൊരാളെ ഉമ്മ എന്ന് വിളിക്കുകയോ, വീട്ടിൽ വാപ്പ ഉള്ളപ്പോ വാപ്പയില്ലാത്ത മറ്റൊരാളെ വാപ്പയായിട്ട് സങ്കല്പിക്കുകയോ, എന്തൊരു അക്രമമാണ്. എങ്കിൽ അതിനേക്കാൾ ഗുരുതരമല്ലേ എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബ്, എനിക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്ന എൻ്റെ റബ്ബ് എൻ്റെ ആരാധ്യനായിട്ട് ഉണ്ടായിരിക്കെ മറ്റൊരാളെ ഞാൻ എങ്ങനെയാണ് എൻ്റെ റബ്ബായിട്ട് സ്വീകരിക്കാം? വഹുവ റബ്ബു കുല്ലി ഷൈ, ഈ പ്രപഞ്ചം മുഴുവനും പടച്ചത് അവനാണ്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ മറ്റൊന്നിനെ എൻ്റെ റബ്ബായിട്ട് സ്വീകരിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ. മക്കയിലെ ബഹുദൈവവാദികളെ 300-ൽ പരം ബിംബങ്ങൾ കാബക്കകത്ത് വെച്ച് പൂജിച്ചു കൊണ്ടിരുന്ന ആളുകളോടാണ് ഈ ചോദ്യം എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ കാലത്തും നമ്മൾ ഏകദൈവത്വം പറയുമ്പോൾ പലപ്പോഴും മാറ്റി നിർത്തപ്പെടും, പലതരത്തിലും ക്രൂശിക്കപ്പെടും. അപ്പൊ ഗുരുതരമായൊരു ചോദ്യമാണ്. അതിനാൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലെ ഏക ശക്തിക്ക് മാത്രമേ ഞാൻ വഴിപ്പെടുകയുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ആശയം. രണ്ടാമത്തേത്, വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹ. വലാ തക്സിബു, കസബ യക്സിബു സമ്പാദിച്ചു എന്നാണ്. വലാ തക്സിബു സമ്പാദിക്കുന്നില്ല, കുല്ലു നഫ്സിൻ ഓരോ ആത്മാവും, ഇല്ലാ അലൈഹ അതിന് എതിരായിട്ടല്ലാതെ. ഇല്ലാ അലൈഹ എന്ന് പറഞ്ഞാൽ അത് തിന്മ ചെയ്താൽ അതിനെതിരായിട്ട് അത് തന്നെ സ്വയം പ്രവർത്തിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്തം അതിന്മേൽ തന്നെയാണ്. നന്മ ചെയ്താലോ ആ നന്മയുടെ ഫലം അയാളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതാണ് ഇവിടെ എതിരായിട്ട് എന്ന് പറഞ്ഞത്. എന്ത് ചെയ്താലും നമ്മൾ പന്ത് നിലത്തേക്ക് അടിക്കും പോലെ എന്ന് പറയില്ലേ, പന്ത് അടിച്ചാൽ അത് അതേ ഫോഴ്സിൽ തിരിച്ചു വരും എന്ന് പറയും പോലെ ഒരു നന്മ ചെയ്താൽ ആ നന്മ ചെയ്തവനിലേക്ക് തിരിച്ചു വരും. ഒരു തിന്മ ചെയ്താലോ ആ തിന്മയും അയാളിലേക്ക് തന്നെ തിരിച്ചു വരും. അതിനാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നീ കൊടുത്തോ എങ്കിൽ ഞാനും കൊടുക്കാം, നീ അത് സത്യമായിട്ട് അംഗീകരിച്ചോ എങ്കിൽ ഞാനും അംഗീകരിക്കാം, അങ്ങനെയല്ല. അവനവന്റെ ഉത്തരവാദിത്വം അവനവനിലാണ്. അതിന് മറ്റാരും നമുക്ക് തുണയായിട്ടുണ്ടാവില്ല. വീണ്ടും ഒന്നുകൂടി പറയാം, വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. വസറ യസിറു എന്താണ്? ഭാരം വഹിച്ചു. വിസ്ർ ഭാരം. വലാ തസിറു ഭാരം വഹിക്കുകയില്ല. വാസിറത്തുൻ ഭാരം വഹിക്കുന്ന ആരും. വാസിറത്ത് സ്ത്രീലിംഗ പദമായിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഗൗരവം കൂടാണ് സ്ത്രീലിംഗ പദം വരുമ്പോൾ. വിസ്ർ ഭാരം, ഉഖ്റ മറ്റൊരാളുടെ പാപഭാരം ഒരാളും വഹിക്കുകയില്ല എന്നാണ്. ആ ഭാരം എന്തായിരുന്നാലും ദുനിയാവിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അല്ലെ, മറ്റൊരാൾ അത് ഏറ്റെടുത്ത് കൊള്ളണമെന്നില്ല. അതേ സമയത്ത് എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി അത് വേറെ ആരെങ്കിലും ഏറ്റെടുക്കോ? ഇല്ലല്ലോ. ഈ ലോകത്ത് തന്നെ എനിക്ക് പകരം മറ്റൊരാൾ ജയിലിൽ പോകാൻ സന്നദ്ധനാകോ? ഒരിക്കലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അതിനേക്കാളും കാര്യമായിട്ട് എന്തോ എനിക്ക് തിരിച്ചു കിട്ടുമെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോയിക്കൊള്ളാം അല്ലെ. പക്ഷെ പരലോകത്ത് സാധ്യമല്ല. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. പലതരം വികലമായ വിശ്വാസങ്ങളുണ്ട്. യേശു കുരിശിലേറിയത് ലോകത്തെ സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ്. ശരിയാണോ?
അത് അനീതിയല്ലേ? അതിന് ഒരാളെ കുരിശിലേറ്റണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, പക്ഷെ അങ്ങനെയാണ് അവർ വാദിക്കുന്നത്, അല്ലെ? അതുപോലുള്ള പല വാദങ്ങൾ ഇപ്പൊ നമ്മുടെ സമുദായത്തിനകത്ത് തന്നെ ചില വ്യക്തികളോട് ശുപാർശ നടത്തിയാൽ കാര്യം നേടാൻ പറ്റും എന്ന് കരുതുന്നവരുണ്ട്, അല്ലെ? ഒടുവിലായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശഫാഅത്തുൽ ഉളുമ, മഹത്തായ ശുപാർശക്കുള്ള അവസരം കിട്ടും. പക്ഷെ ആ ശുപാർശ പോലും സാരമില്ല, ഇത് നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കയറ്റാനല്ല, മറിച്ച് നീതിപൂർവം വിചാരണ വേഗത്തിലാക്കാൻ വേണ്ടി മാത്രമുള്ള ശുപാർശയായിരിക്കും എന്നല്ലേ? അതിനാൽ ആർക്കും ആരെയും പരലോകത്ത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിനാൽ നാട്ടുകാരെ നോക്കി, വീട്ടുകാരെ നോക്കി, കുടുംബത്തെ നോക്കി അയാൾ എന്ത് വിചാരിക്കും, മറ്റേയാൾക്ക് എന്ത് തോന്നും, ഇങ്ങനെയല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്. മറിച്ച് എൻ്റെ പരലോകം, അവിടെ ഞാൻ എത്തുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടാകുമോ? ആരും ഉണ്ടാവില്ല. എല്ലാവരും അവരവരുടെ വഴിയിൽ ഓടിയകലും. അതിനാൽ വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു പ്രയോഗമാണ്. ഖുർആനില് ഒരുപാട് സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള ഒരു പരാമർശമാണ്. എന്നിട്ട് പറയാം സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും, പിന്നെ ഇലാ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിലേക്കാണ്, മർജ മടക്കം, നിങ്ങളുടെ മടക്ക സ്ഥലം നിങ്ങളുടെ റബ്ബിലാകുന്നു. പരലോകത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ. എന്തിനാണ്? എന്നിട്ട് യുനബ്ബിഉക്കും, നബ്ബഅ യുനബ്ബിഉ അറിയിച്ചു എന്നാണ്, വെളിപ്പെടുത്തി, ഉണർത്തി. യുനബ്ബിഉക്കും അവൻ നിങ്ങളെ ഉണർത്തും. എന്തിനെ കുറിച്ച്? ബിമാ കുന്തും നിങ്ങൾ ആയിരുന്നതിനെ കുറിച്ച്. ഫീഹി ഏതൊന്നിലാണോ, തഖ്തലിഫൂൻ നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരായിരുന്നത്. നിങ്ങൾ പല കാര്യങ്ങളിൽ ഭിന്നിച്ചിട്ടുണ്ട്. ആ ഭിന്നിച്ച കാര്യങ്ങളില് അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ആരുടെ പക്ഷത്താണ് സത്യം അസത്യം എന്ന് വേർതിരിച്ച് കാണിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പരലോകത്തുണ്ടാവും. അതിനാണ് ആ കോടതി കൂടുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ആരുടേതാണോ നന്മ അയാൾക്ക് ആ പ്രതിഫലം ഉണ്ടാവും, രക്ഷ ഉണ്ടാവും. ആരുടേതാണോ തിന്മ അയാൾക്ക് ശിക്ഷ ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഭാഷയിൽ ഓർമ്മപ്പെടുത്തിയിരിക്കാൻ. അപ്പൊ ചില സവിശേഷമായ ആശയങ്ങൾ അതിൽ വന്നു, അല്ലെ? എന്റെ റബ്ബ് അള്ളാഹു ആയിരിക്കെ ഞാൻ മറ്റൊരാള് റബ്ബായിട്ട് തേടുകയോ, അതാണ് ഒന്ന്. ഞാൻ അള്ളാഹുൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നതാണ്. രണ്ടാമത്തേത്, ഓരോ മനുഷ്യന്റെയും സമ്പാദ്യം, കർമ്മഫലം അവന് തന്നെ ഉള്ളതാണ്. അതിന്റെ ഉത്തരവാദിത്വം അവനവനാണ്. മൂന്നാമത്തേത്, ഒരാളുടെയും ഭാരം എന്ന് പറയുമ്പോൾ പാപഭാരമാണ്, മറ്റൊരാൾ പേറുകയില്ല. വീണ്ടും ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുന്നു. ഒടുവിലായിട്ട് റബ്ബിലേക്ക് മടങ്ങുന്നവരാണ് നമ്മൾ. അവിടെ വെച്ച് അന്തിമ വിചാരണയും ഫലപ്രഖ്യാപനവും ഉണ്ടാകും എന്ന് വെളിപ്പെടുത്താണ് അള്ളാഹു ചെയ്തിരിക്കുന്നത്. ഒടുവിൽ അള്ളാഹു പരലോക വിഷയത്തിലേക്ക് തന്നെ വരികയാണ് എന്ന് മനസ്സിലാക്കുക. 165 ഒടുവിലത്തെ ആയത്താണ്. ഈ ആയത്തില് അള്ളാഹു താല വേറെ ചില സത്യങ്ങൾ കൂടി ചേർത്ത് പറയാണ്. ജീവിതത്തിൽ ഏറ്റക്കുറവുണ്ടല്ലോ, എല്ലാവർക്കും എല്ലാം കിട്ടിയിട്ടില്ല, അല്ലെ? ചിലർ സമ്പന്നരാണ്, ചിലർ ദരിദ്രരാണ്, ചിലർ അറിവുള്ളവരാണ്, ചിലർ അറിവ് കുറഞ്ഞവരാണ്, ചിലര് ശാരീരികമായിട്ട് കരുത്തുള്ളവരാണ്, ചിലർ കരുത്ത് കുറഞ്ഞ ദുർബലന്മാരാണ്. ഇങ്ങനെ പല വ്യത്യാസങ്ങളും. അതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു പറയുന്നത്. വഹുവ അവനാണ്, അള്ളാഹു ആണ്, അല്ലദീ ജഅല ആക്കിയവൻക്കും നിങ്ങളെ, ഖലായിഫൽ അർദ് എന്താക്കിയത്? ഖലീഫ, പ്രതിനിധി അല്ലെങ്കിൽ പിൻഗാമി. അള്ളാഹുവിന്റെ പിൻഗാമിയല്ല, മുൻ തലമുറകളുടെ പിൻഗാമികളായിക്കൊണ്ട് നിങ്ങളെ കൊണ്ടുവന്നു, അല്ലെ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധികളായിട്ട് രംഗത്ത് കൊണ്ടുവന്നു. അതാണ് ഖലായിഫൽ അർദ്. നമ്മൾ അൽ ബഖറയിൽ പഠിക്കുന്നില്ലേ? വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി, റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എന്തായിരുന്നു? ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ, ഞാൻ നിശ്ചയം ഭൂമിയിൽ ഒരു ഖലീഫയെ, ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ, എന്റെ കൽപ്പനകൾ ഭൂമിയിൽ നടപ്പിലാക്കുന്ന എന്റെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ അയച്ചത്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ആവേണ്ടത്. അതാണ് വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദ്. അങ്ങനെ ഭൂമിയുടെ പ്രതിനിധികളായിട്ട് നമ്മെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. അവനവന്റെ ഉത്തരവാദിത്വം, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, സമ്പത്തിന്റെ ഉത്തരവാദിത്വം, ഈ നാടിന്റെ ഉത്തരവാദിത്വം, രാജ്യത്തിന്റെ ഉത്തരവാദിത്വം, ഇങ്ങനെ
വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്ത ബോധം ലംഘിക്കരുത്. വറഫഅ ബഅദകും ഫൗഖ ബഅദ്. പിന്നെ അള്ളാഹു എന്താ ചെയ്തത്? വറഫഅ, അവൻ ഉയർത്തി, ബഅദകും, നിങ്ങളിൽ ചിലരെ, ഫൗഖ്, മുകളിൽ, ബഅദിൻ, മറ്റു ചിലരുടെ മുകളിൽ നിലനിർത്തി. അങ്ങനെയാണ്. എങ്ങനെ? ദറജാത്തിൻ, പദവികളിൽ. ദറജ പദവിയാണ്, ദറജാത്ത് പദവികളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കി എന്നാ പറഞ്ഞത്. ചിലർക്ക് കൂടുതൽ, ചിലർക്ക് കുറവ്, അല്ലെ? പലതരത്തിൽ നമ്മൾ ചിന്തിക്കാറില്ലേ? ചിലർക്ക് കണ്ണില്ല, ചിലർക്ക് നല്ല കാഴ്ചയുണ്ട്, ചിലർക്ക് ഒരു കണ്ണ്, ചിലർക്ക് കാലില്ല, കൈയില്ല, ചിലര് രോഗികളാണ്, ചിലർ ആരോഗ്യമുള്ളവരാണ്. ഇങ്ങനെ ഈ ഒരു വ്യത്യാസം എന്തുകൊണ്ടാണ്? അള്ളാഹു അനീതി കാണിച്ചില്ലേ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കും പലപ്പോഴും, അല്ലെ? അതിനൊരു മറുപടിയാണ് ഇവിടെ വരുന്നത്. എന്താണ്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ബലായബ്ലു, പരീക്ഷിച്ചു. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ഏറ്റക്കുറച്ചിൽ വരുത്തിയത്. എന്തില്? ഫീമ, ഒന്നിൽ, ആത്താക്കും, നിങ്ങൾക്ക് അവൻ നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാനാണ്. കണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ലിയബ്ലുവക്കും ഫീമ ആത്താക്കും. ഒരാൾക്ക് കണ്ണ് കൊടുത്തു, മറ്റേ കണ്ണില്ല. കണ്ണില്ലാത്ത ആള് റോഡ് സൈഡിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കാൻ. ഇപ്പൊ കണ്ണുള്ള ആള് അയാളെ മൈൻഡ് ചെയ്യാതെ കടന്നുപോയി. യഥാർത്ഥത്തിൽ ആരാ പരീക്ഷിക്കപ്പെടുന്നത്? അന്ധനാണോ പരീക്ഷിക്കപ്പെടുന്നത്? കാഴ്ച ഉള്ളവനാണോ? കാഴ്ച ഉള്ളവനാണ്. അയാള് ആ മനുഷ്യനെ കൈപിടിച്ച് അക്കരെ എത്തിച്ചു കൊടുക്കേണ്ടിയിരുന്നു, അല്ലെ? അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അയാൾ പരീക്ഷിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഓരോ രംഗത്തും ഈ പരീക്ഷണം തുടരുന്നുണ്ട്, അല്ലെ? എല്ലാ രംഗത്തും സമ്പത്തുള്ള ആള് സമ്പത്തില്ലാത്ത ആളെ കാണുമ്പോൾ അയാളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. അയാൾ പരീക്ഷിക്കപ്പെടുകയാണ്. ഇപ്പൊ നോക്കൂ, ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ലോക മുസ്ലിം സമൂഹം മുഴുവനും പരീക്ഷിക്കപ്പെടുകയാണ്. ലോകത്തെ സകല മനുഷ്യരും പരീക്ഷിക്കപ്പെടുകയാണ്. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ട് ആരും ഇടപെടുന്നില്ലല്ലോ. ഫലസ്തീനികളാണോ പരീക്ഷിക്കപ്പെടുന്നത്? നമ്മൾ പറയും എന്തൊരു പരീക്ഷണമാണ്. യഥാർത്ഥത്തിൽ നമ്മളാണ് പരീക്ഷിക്കപ്പെടുന്നത്, അല്ലെ? അതിനാൽ ലിയബ്ലുവക്കും ഫീമ ആത്താക്കും, അള്ളാഹു നമുക്ക് നൽകിയ വിഭവങ്ങള് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകണം. എങ്കിലാണ് ആ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. ഇപ്പൊ കണ്ണില്ലാത്ത ആളെ കുറിച്ച് പറയുന്നുണ്ട്, അയാൾ വിചാരണ കൂടാതെ സ്വർഗത്ത് പ്രവേശിക്കും. കാരണം അയാൾക്ക് കണ്ണുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ ഇല്ലല്ലോ. നമ്മളിപ്പോ എന്തൊക്കെയാ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടിരിക്കണം. അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കാലിനടിയിൽ മുള്ളു തറച്ചാൽ അതിന് പകരം അള്ളാഹു പാപം പുറത്തു കൊടുക്കും എന്നാണ്. അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെടുമ്പോഴാണ് അയാളെ പരീക്ഷിക്കുന്നത് എന്നാണ്. അതിനാൽ അതിനെ പോസിറ്റീവായിട്ട് കാണണം. യുക്തിവാദികളൊക്കെ ഇപ്പോ പലതും വിളിച്ചു പറയുന്ന കാലമാണ്, അല്ലെ? അള്ളാഹു എന്തുകൊണ്ട് അനീതി കാണിച്ചു എന്ന് ചോദിക്കും. ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ എന്തുകൊണ്ട് അവിടെ മാത്രം? എന്തിനാണ് അങ്ങനെ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്തത്? പരീക്ഷണങ്ങളാണ്. അതിന് പിന്നിൽ പലതും ഉണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ടോ? ആത്മവിചാരണ നടത്താൻ വേണ്ടിയാണ് അള്ളാഹു അവസരങ്ങൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ കയ്യും കാലും ഇല്ലാതൊക്കെ മനുഷ്യർ ജനിക്കുമ്പോ ഇതെന്താണ്? ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ? അള്ളാഹു ഏറ്റവും നന്നായിട്ടല്ലേ മനുഷ്യനെ സൃഷ്ടിക്കാം? അങ്ങനെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താ ഇങ്ങനെ? അതിനൊക്കെയുള്ള ഉത്തരാണ് ലിയബ്ലുവക്കും ഫീമ ആത്താക്കും എന്നത്. അതിനാൽ അള്ളാഹു നമുക്ക് നൽകിയ അവസരം നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഒടുവിലായി അള്ളാഹു പറയുന്നത്. വീണ്ടും പരലോകത്തെ കുറിച്ച് തന്നെ പറയുന്നു, ഇന്ന റബ്ബക്ക, നിശ്ചയം നിന്റെ റബ്ബ്, സരീഉൽ ഇഖാബ്, അതിവേഗം ഇഖാബ്, ശിക്ഷിക്കുന്നവനാണ്. അവന്റെ ഫയലുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കൂല. നമ്മുടെ കോടതികളിലൊക്കെ ലക്ഷക്കണക്കായ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്, അല്ലെ? തീർപ്പാവാത്ത രൂപത്തിൽ. വിചാരണ തടവുകാർ ലക്ഷക്കണക്ക് ജയിലറുകളിലാണ്. എന്ത് തെറ്റാ ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ അള്ളാഹു സരീഉൽ ഹിസാബാണ്, അതിവേഗം വിചാരണ ചെയ്യുന്നവനാണ്. എന്നിട്ട് സരീഉൽ ഇഖാബാണ്, അതിവേഗം ശിക്ഷിക്കുന്നവനുമാണ്. അവന്റെ കോടതി അതിവേഗ കോടതിയാണ് എന്നാണ് പറഞ്ഞത്. അതേസമയം ഇന്നഹു, നിശ്ചയം അവൻ, ലഗഫൂർ, ഏറ്റവും പൊറുക്കുന്ന, റഹീം, കരുണാനിധിയാണ്. ഗാഫിർ എന്നാണ് പൊറുക്കുന്നവനും പറയാം. ഗഫൂർ പറയുമ്പോൾ ഏറ്റവും അധികം പൊറുക്കുന്നവൻ എന്ന ആശയമുണ്ട്.
റഹീം എന്തിനാ പറയാം? പരലോകത്ത് സത്യവിശ്വാസികളോട് കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെ നന്മ ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹു അവരോട് പൊറുക്കുകയും അവർക്ക് സ്വർഗീയ അനുഗ്രഹങ്ങൾ അവന്റെ കാരുണ്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് സൂറത്തുൽ അൻആം സമാപിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഒരുപാട് ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലവറയാണ് ഈ 165 നമ്മുടേത് പോലുള്ള നാട്ടില് പ്രത്യേകിച്ചും ബഹുദൈവത്വവും അത്തരത്തിലുള്ള വികല സങ്കല്പങ്ങളും ജീവിത വ്യതിയാനങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഈ കാലത്ത് ലിബറലിസം ഒക്കെ നിറഞ്ഞാടുമ്പോൾ മക്കളെയും കുടുംബത്തെയൊക്കെ സൂറത്തുൽ അൻആം പഠിക്കാൻ പ്രേരിപ്പിക്കണം. അന്ധവിശ്വാസങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടും. അവിടൊക്കെ ഏകദൈവത്വത്തിന്റെ വിശുദ്ധി തിരിച്ചറിയാൻ സൂറത്തുൽ അൻആം നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടും. അതിനാൽ ആ നിലയ്ക്ക് കുടുംബത്തിലേക്ക് ഈ സൂറയുടെ സന്ദേശം എത്തിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി നാം ഓരോരുത്തരെയും ഈ വേളയിൽ ഉണർത്തുകയാണ്. ഒരുപാട് മണിക്കൂറുകൾ കൊണ്ടാണ് സൂറത്തുൽ അൻആം നമ്മളിവിടെ പൂർത്തീകരിക്കുന്നത്. 165 ആയത്തുകളാണ്. ഒരുപക്ഷെ 100ഓളം മണിക്കൂറുകൾ നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഈ സൽക്കർമ്മം നീ സ്വീകരിക്കണേ റബ്ബേ. ഖുർആനിനോടൊപ്പം സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകണേ നാഥ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളത് സൂറ അൽ അറാഫാണ്. നമ്മുടെ ക്ലാസ് ഇങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓഫ്ലൈനിലേക്ക് മാറണമെങ്കിൽ തീരുമാനിക്കേണ്ട സന്ദർഭമാണ്. നമ്മളൊരു ഉസ്താദിനെ കണ്ടെത്തി ഓഫ്ലൈനിലേക്ക് മാറിയാൽ സജീവമാകുമെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉത്തമം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകാനാണ് സംഘാടകർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നുകൂടി സജീവമാക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുക എന്ന നിലയിൽ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് സൂറത്തുൽ അറാഫ് ആരംഭിക്കുന്നു എന്ന നിലയിൽ അതിന്റെ ലിങ്ക് മുൻകൂട്ടി തന്നെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് കുടുംബങ്ങളിലേക്ക് എത്തിച്ചാൽ അത് വളരെ പ്രയോജനപ്രദമായിരിക്കും. അങ്ങനെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകണം എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കണേ റബ്ബേ. എല്ലാ പരീക്ഷണങ്ങളിലും ഞങ്ങൾക്ക് നീ കൂട്ടായിരിക്കണേ റബ്ബേ. രോഗികളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ശിഫയും ആശ്വാസവും നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റബ്ബേ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين وصلى الله على محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയം ആലോചിച്ചതാണ്. പലരും അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. ചിലരൊക്കെ അഭിപ്രായം പറഞ്ഞത് ഈ ഓഫ്ലൈനിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആളുകൾ വല്ലാണ്ട് കുറഞ്ഞു പോകുന്നൊരു ഭയമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ ഈ ഗ്രൂപ്പ് എല്ലാവർക്കും ഓപ്പണാക്കി ഇടാം. എല്ലാവരും അഭിപ്രായങ്ങൾ പറയാനുള്ളവരൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അനുസരിച്ച് തീരുമാനം എടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തീരുമാനം എടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.